മുളകും ചെടികൾ പൂവിടാൻ തുടങ്ങുന്നു. വീട്ടിൽ പോയപ്പോൾ അമ്മേരെ പച്ചക്കറി തോട്ടത്തിൽ കയറി ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇപ്പം അധികമൊന്നും ഇല്ല, ഉണ്ടായതൊക്കെ കഴിഞ്ഞു തുടങ്ങിയും വഴുതനങ്ങയും ചീരയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ചീരയ്ക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല വളമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിതുവരെ ഇത്ര ഹൈറ്റിൽ ചീര കണ്ടിട്ടില്ല. ആ ചീരയുടെ അടുത്ത് നിൽക്കണ എൻ്റെ ഹൈറ്റേക്ക് ചീരയുടെ ഹൈറ്റ്. അമ്മയ്ക്ക് പച്ചക്കറിയൊക്കെ നടാൻ നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങളോട് വരുമ്പോൾ അതൊക്കെ കാണിച്ചു തരുന്നതും. എനിക്കും കൃഷിയിൽ താല്പര്യമുള്ളതുകൊണ്ട് പിന്നെ ഞാനും പറമ്പിലേക്ക് ഇറങ്ങും. പിന്നെ കാണൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, പണികളൊക്കെ അമ്മ തന്നെയാണ് ചെയ്യണത്. മത്തങ്ങ കായുണ്ടായിട്ടില്ലേ? മത്തങ്ങ കുറേ പടർന്നിട്ടുണ്ട്. ചീരയും മത്തങ്ങയും പിന്നെ എന്നിട്ടുള്ള ഇവിടെ ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. പച്ചക്കറി നടലും പിന്നെ അതിന് വളടൽ വെള്ളം ഒഴിക്കൽ ഇതൊക്കെയാണ് അവരുടെ പണികൾ. കാച്ചിൽ പടർന്നേക്കണതാട്ടത്. ഇതിവിടെ മത്തങ്ങയുണ്ട്. പപ്പായ അതെ ഗ്രോ ബാഗുകളിൽ നട്ട് വെച്ചേക്കണം. കൂർക്ക മുളച്ച് വന്നേക്കണതാണ്. ഇതിൻ്റെ തലപ്പൊക്കിന് നുള്ളി നടണം. വെള്ളരിയൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അമര കൂടുതലും തണുപ്പ് കാലത്താണ് ഉണ്ടാവുക. ചെറിയ പേരേമതേ കായ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ താഴെയൊക്കെ പപ്പായ മുളച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി പറിച്ച് നടണം. ചക്കയൊക്കെ ഉണ്ടായി കഴിഞ്ഞു തുടങ്ങി. വീടിൻ്റെ ഫ്രണ്ടിലുള്ള പ്ലാവുമ്മളൊക്കെ ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. റംബുട്ടാൻ ഉണ്ടായതാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഈ കാണുന്നത് സീതപ്പഴമാണ്. ഇതൊക്കെ വെച്ചിട്ട് അധികം നാളായിട്ടില്ല. ഇത് ചിക്കുവാണ്. ഇതുമ്മ കായൊക്കെ ഉണ്ടാവാൻ തുടങ്ങണേ ഉള്ളൂ. മാംഗോസ്റ്റിന് അധികം നാളായിട്ടില്ല വെച്ചിട്ട്, 8 കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് ഇത് കാച്ചു തുടങ്ങുക.